നാളെ ഗുരുവായൂരപ്പൻ്റെ പിറന്നാളാണ്, അഷ്ടമിരോഹിണിയാണ്, ശ്രീകൃഷ്ണ ജയന്തിയാണ്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിറന്നാൾ സദ്യക്കുള്ള ഒരുക്കങ്ങളാണ്. ഇഷ്ടംപോലെ ആളുകൾ കൂടിയിരുന്നിട്ട് മത്തങ്ങ നന്നാക്കുന്നതാണ് ഇവിടെ കാണുന്നത്. മത്തങ്ങ ഒരു പ്രധാന വിഭവമാണ്. ഗുരുവായൂരിലെ ഏത് സദ്യക്കും മത്തങ്ങ ഒരു പ്രധാന വിഭവമാണ്. കാരണം സദ്യക്ക് പ്രധാന ഒരു 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 വിഭവം എന്ന് പറയുന്നത് രസകാളനാണ്. നമ്മൾ നാട്ടുപ്രദേശത്ത് എരുളി കാളൻ എന്നൊക്കെ പറയും. അപ്പോൾ ആ രസകാളന് വേണ്ടിയിട്ടുള്ള പ്രധാന വിഭവം മത്തങ്ങയും പഴവുമാണ്. ഇതാ ഇവിടെ കുറേ കൊതുമ്പ് ഒതുക്കി വെച്ചിരിക്കുന്നത്. ഈ കൊതുമ്പ് നാളെ ഭഗവാന് അപ്പം ഉണ്ടാക്കാനുള്ള കൊതുമ്പാണ്. അപ്പം ഉണ്ടാക്കാൻ വിറകായിട്ട് ഉപയോഗിക്കുന്നത് തെങ്ങിൻ്റെ കൊതുമ്പ് മാത്രമാണ്. വേറെ ഒരു വിറക് ഉപയോഗിക്കില്ല. അപ്പക്കാരയ്ക്ക് അടിയിൽ തെങ്ങിൻ്റെ കൊതുമ്പ് മാത്രം ഉപയോഗിക്കും. ഇതാ ഇവിടെ കായ നുറുക്കുന്നുണ്ട്, പിന്നെ പൈനാപ്പിൾ റെഡിയാക്കുന്നുണ്ട്, അതേപോലെ നേന്ത്രപ്പഴം തോല് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നേന്ത്രപ്പഴവും പിന്നെ മത്തനും ചേർത്തിട്ടാണ് രസകാളൻ ഉണ്ടാക്കുന്നത്. അപ്പം സദ്യയുടെ പ്രധാന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ രസകാളനുണ്ട്, ഓലനുണ്ട്, അവിയലുണ്ട്, എരിശ്ശേരിയുണ്ട്, പൈനാപ്പിൾ പച്ചടിയുണ്ട്, മെഴുക്ക് വരട്ടിയുണ്ട്, ശർക്കര വരട്ടിയുണ്ട്, കായവറവുണ്ട്. കായവറവെന്ന് വെച്ചാൽ നേന്ത്രക്കായ നാലാക്കി വറുത്തത്, പിന്നെ ഉപ്പിലിട്ടതുണ്ട്, പിന്നെ പുളിയിഞ്ചിയുണ്ട്, പപ്പടമുണ്ട്, മോരും പാൽപ്പായസവും ഉണ്ട്. ദേവസ്വത്തിലെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള ഇതിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. അവർ പിന്നെ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുകയാണ്. കാര്യങ്ങളൊക്കെ സാധനങ്ങൾ എത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ സദ്യ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. 30,000 പേർക്കാണ് നാളെ ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ സദ്യ ഒരുക്കുന്നത്. ഇതാ പഴം അരിയണമുണ്ടോ, പഴം അരിഞ്ഞ് ഈ പഴം എന്താ വെച്ചാൽ പ്രധാനമായിട്ട് ഈ പഴവും പിന്നെ മത്തനുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രസകാളൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചോറ്, രസകാളൻ അടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യ. ഈ സദ്യ 30,000 പേർക്കാണ് തയ്യാറാക്കുന്നത്. കഴിഞ്ഞ വർഷം 30,000 പേർക്ക് ഉദ്ദേശിച്ചിട്ട് 40,000 ആയി. അവസാനം കുറച്ച് ബുഫേ ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വന്നു. ഇക്കുറിയും അതിനുള്ള സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം അത്ര തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 28 ലക്ഷം രൂപയോളാണ് സദ്യക്ക് മാത്രമായിട്ട്, പിറന്നാൾ സദ്യക്ക് മാത്രമായിട്ട് ദേവസ്വം മാറ്റി വെച്ചിട്ടുള്ളത്. 28 ലക്ഷത്തോളം രൂപയാണ്. ഇതവിടെ നേന്ത്രക്കായ, പഴം അരിഞ്ഞത്, പഴം തോല് കളഞ്ഞത്, ഇപ്പുറത്തെ ക്യാനിൽ മുഴുവൻ തൈരാണ്. നാളേക്കുള്ള രസകാളനുള്ള തൈരാണ്. ഇത് കിച്ചുമണി, പ്രധാനപ്പെട്ട ഒരു പാചകക്കാരനാണ് ക്ഷേത്രത്തിലെ. ഗുരുവായൂർ ഗോപീകണ്ണൻ എന്ന് പറഞ്ഞ ആനയാണ് നിൽക്കുന്നത്. ശിവേലി സമയമായി, ശിവേലിക്കുള്ള കരുതലാനയായിട്ടാവും നിൽക്കുന്നത്. ശിവേലി അകത്തിപ്പോൾ ആയിട്ടുണ്ടാവണം. അപ്പോൾ എന്താ വെച്ചാൽ ക്ഷേത്രത്തിൽ ശിവേലിക്ക് ഒരു ആന വേണം. അപ്പോൾ ശിവേലി ആനയ്ക്ക് എന്തെങ്കിലും പിന്നെ എഴുന്നള്ളിക്കാൻ പറ്റായക വന്നാൽ പുറത്തൊരാനയെ കരുതലായിട്ട് നിർത്തും. അത്ര നിഷ്കർഷയാണ് ഗുരുവായൂരത്തെ കാര്യങ്ങളിൽ. അതുകൊണ്ടൊന്നും ശിവേലി മുടങ്ങാനോ വൈകാനോ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ആന ഇവിടെ നമ്മൾ സ്റ്റോക്ക് നിർത്തുക എന്ന് പറയില്ലേ, അതേപോലെ കരുതലായിട്ട് ഒരു ആന ഇവിടെ നിർത്തും. ഇതാ ക്ഷേത്രത്തിനകത്തേക്ക് കുറേശ്ശെ ആളുകൾ പോകുന്നുണ്ട്. വലിയ തിരക്കില്ല. അപ്പോൾ പടിഞ്ഞാറ് നട ഇപ്പോൾ തുറന്നിട്ട് ആളുകളെ അകത്ത് വിട്ടു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ശിവേലി കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് ഈ പോകുന്നത്. ശിവേലി തുടങ്ങിയിട്ടില്ല, നട തുറന്നിട്ടേ ഉള്ളൂ. ഇത് പടിഞ്ഞാറ് നടയാണ്. പടിഞ്ഞാറ് നടയിൽ ഇതാ ഭണ്ണാരത്തിൽ ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് പോലെ ഭംഗിയുള്ള പ്രതിമയാണ് വെച്ചിട്ടുള്ളത്. ഇതാ നോക്കൂ, ഈ പ്രസാദ കൗണ്ടറുകളാണ് കാണുന്നത്. പടിഞ്ഞാറ് ഭാഗത്തെ പ്രസാദ കൗണ്ടറുകളിലൊന്നും തിരക്കില്ല. ഇന്ന് എന്താണെന്നറിയില്ല, അഷ്ടമിരോഹിണിയുടെ തലേദിവസമായിട്ടും ഗുരുവായൂർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തിരക്ക് കാണാനില്ല. സാധാരണ നമ്മൾ പറയുമല്ലോ, കൊടുങ്കാറ്റിന് മുമ്പേയുള്ള നിശബ്ദത എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഒരു വലിയ സൈലൻസാണ്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ അത്ര ഒരു തിരക്കൊന്നും കാണാനില്ല. പക്ഷേ നാളെ അതിഭയങ്കരമായ തിരക്കാവും എന്നുള്ളതിന് സംശയമില്ല. ആ തിരക്ക് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ദേവസ്വം ആലോചിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 30,000 40,000 ആളുകൾക്ക് ഭക്ഷണം നൽകുക മാത്രമല്ല, വരുന്നവരെ മുഴുവൻ തൊഴിച്ചു വിടാൻ വേണ്ടിയിട്ട് പുലർച്ചെ 3 നിർമാല്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊടിമരത്തിന് ചുവട്ടിലൂടെ നേരെ ആളെ വിടും. അപ്പോൾ വേഗം തൊഴുതു പോകാൻ പറ്റും ആളുകൾക്ക്. അതായത് കാത്തു നിൽക്കാതെ വേഗം തൊഴുതു പോകത്തക്ക വിധത്തിൽ കൊടിമരത്തിന് അവിടെ നിന്ന് നേരെ ആളുകളെ 2 വരിയായിട്ട് അകത്തേക്ക് വേഗം വിടും. അപ്പോൾ ഒരു നോക്ക് കാണാൻ പറ്റും. പിറന്നാൾ ദിനത്തിൽ കണ്ണനെ ഒരു നോക്ക് ആളുകൾക്ക് കാണാൻ പറ്റും. വന്ദേ ഭാരത് എന്നാണ് ഇങ്ങനെ നേരെ വിടുന്നതിനുള്ള ഈ ദേവസ്വം ആളുകളുടെ ഇടയിലുള്ള ഒരു ഭാഷ അതാണ്. വന്ദേ ഭാരത് വിടുക എന്ന് പറഞ്ഞാൽ നേരിട്ട് വിടുക. മറ്റേതെന്താ വെച്ചാൽ കോണിയൊക്കെ കയറി അവിടെ ക്യൂ നിന്ന് ഒരു സാവകാശമുണ്ട്. ഇത് നല്ല സ്പീഡിലാണ് ഇത് പോകുന്നത്. ഇതാ കൂളമരാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ സദ്യക്ക് വേണ്ടിയിട്ട് ഇതാ ഒരുക്കങ്ങളായി. കസേരകളൊക്കെ ഇട്ടു.
പിന്നെ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന, പ്രസാദം ഇട്ട് കഴിക്കാവുന്ന, പിറന്നാൾ സദ്യ കഴിക്കാവുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ടച്ചാണ്. അപ്പോൾ നാളെ ഇപ്പോൾ രാവിലെ 9 മണിക്ക് തുടങ്ങും സദ്യ. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 9 മണിക്ക് സദ്യ തുടങ്ങിക്കഴിഞ്ഞാൽ 2 മണി വരെ ക്യൂവിൽ നിൽക്കുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കും. 2 മണിക്ക് അവസാനിപ്പിക്കുമെന്നല്ല, 2 മണിക്ക് ക്യൂ ക്ലോസ് ചെയ്യും. ആ 2 മണിക്ക് ക്ലോസ് ചെയ്ത ക്യൂവിലെ ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഒരു 4 മണി ഒക്കെ ആവും. അത്ര നേരമൊക്കെ ഉണ്ടാവും. 2 സ്ഥലത്തും കൂടെ ഒരു 10,000-2000 ആൾക്ക് ഇരിക്കാവുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു 20 പന്തിയെങ്കിലും വിളമ്പേണ്ടി വരും. ഇലുമിനേഷനൊക്കെ പൂർത്തിയായിട്ടുണ്ട്. കിഴക്കേ നടയിലേക്ക് പോകുമ്പോൾ കണ്ടില്ലേ, തിരക്ക് കുറവാണ്, ആളുകളില്ല എന്നോർത്ത് അങ്ങനെ സന്തോഷിക്കേണ്ട. ആളുകളിപ്പോൾ എത്തിക്കോളും. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ക്ഷേത്ര പരിസരം ആകെ നിറഞ്ഞു കവിയുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നാളെ പുലർച്ചെ 3 മണി മുതൽ ഭഗവാനെ ഒരു നോക്ക് കണ്ട് തൊഴുതു പോവാൻ ഉദ്ദേശിച്ചിട്ടുള്ള അനേകം ആളുകൾ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിനും സംശയമില്ല. കുട്ടികളെ കുറേശ്ശെ കണ്ണനായിട്ട് വേഷം കെട്ടിച്ച്, ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടിച്ച് മഞ്ഞപ്പട്ടുടുത്ത് തലയിൽ പിന്നെ മയിൽപ്പീലി ചാർത്തിയിട്ടൊക്കെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇതാ കിഴക്കേ നട എത്തിക്കഴിഞ്ഞു. കിഴക്കേ നടയിൽ ഗുരുവായൂരപ്പൻ്റെ ഭണ്ണാരത്തിൽ നിന്ന് മുല്ലമാലയാണ് ചാർത്തിയിരിക്കുന്നത്. അരിമുല്ലമാല ചാർത്തിയിട്ടുണ്ട്. ആളുകൾ ഇത് അവിടെ നിന്ന് തൊഴുണ്ട്, സുഖമായിട്ട് അവിടെ നിന്ന് തൊഴാൻ പറ്റുന്നുണ്ട്. ആളുകൾ ധാരാളമായിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ കാണാം. കാരണം എന്താ വെച്ചാൽ ശിവേലി ആയിട്ടില്ല. അതുകൊണ്ട് അകത്തേക്ക് നേരെ നമുക്ക് നോക്കിയാൽ ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണ ശ്രീലകം കാണാം. അവിടുത്തെ മുഴുവൻ വിളക്കുകളും ഒരു തടസ്സമില്ലാതെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ആളുകൾ ഇവിടെ നിന്ന് തൊഴുന്നത്. നമുക്കൊന്ന് തൊഴാം. ഏതായാലും നാളെ അഷ്ടമി രോഹിണിക്ക് മുമ്പായിട്ട് ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴാം, വിശദമായിട്ട് തൊഴാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് നോക്കാം.